So basically, failures are common. ഫെയിലിയേഴ്സ് എന്ന് പറയുന്നത് എല്ലാ ജേർണിയിലും ഫെയിലിയർ ഉണ്ടാവണം എന്നേ ഞാൻ പറയത്തുള്ളൂ. വൈ? ബിക്കോസ് ത്രൂ ഫെയിലിയേഴ്സ് മാത്രമേ നമുക്ക് പുതിയ ആംഗിൾ ആലോചിക്കാൻ പോലും പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇനി എങ്ങനെ നാവിഗേറ്റ് ചെയ്യും എന്നുള്ള ഒരു ചലഞ്ച് വേണമെങ്കിൽ നിങ്ങൾ ഫെയിലിയേഴ്സ് കാണണം. സോ ഈ ഫെയിലിയർ സ്റ്റേജ് ഞാൻ ഈ പറഞ്ഞ അതേ ഓർഡറിൽ തന്നെ സംഭവിക്കണമെന്നില്ല. മേ ബി ചിലവർക്ക് ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ ഫെയിലിയർ ഉണ്ടാവും, സെക്കൻഡ് സ്റ്റേജിൽ വരും, സസ്റ്റൈനബിലിറ്റി എത്തുന്ന ടൈമിൽ ഫെയിലിയർ തോന്നും, അത് കഴിഞ്ഞ് തോന്നും, ലോൺലിനെസ്സിന് മുന്നേ തോന്നും. അങ്ങനെ പല സ്റ്റേജസിൽ എല്ലാവർക്കും ഫെയിലിയർ വരാൻ ചാൻസസ് ഉണ്ട്. എനിവേസ്, ഫെയിലിയർ എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ എങ്ങനെ നാവിഗേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഈ വീഡിയോ. സോ ബേസിക്കലി ഫെയിലിയർ സംഭവിക്കുന്നത് മോസ്റ്റ് ഓഫ് ദ ഓൺടർപ്രണേഴ്സ്, ഞാനിപ്പോൾ ഗ്രോത്ത് മൈൻഡ് സെറ്റ് സെഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ലൈഫ് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ സർവീസസ് എല്ലാം അറ്റൻഡ് ചെയ്യുന്ന ഓൺടർപ്രണേഴ്സിൽ ഞാൻ കാണുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ അവരുടെ ബിസിനസ്സിനെ ഭയങ്കര പേഴ്സണലായി എടുക്കും. നിങ്ങൾ കുറേ എഫേർട്ട് ഇട്ടൊക്കെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന് തന്നെയാണ് നിങ്ങളുടെ ബിസിനസ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഫീലിംഗ്സ് ഉണ്ടാവും നിങ്ങളുടെ ബിസിനസ്സിലേക്ക്. ആ ഫീലിംഗ്സ് ഏത് ലെവൽ വരെ ഉണ്ടാവണം എന്നുള്ളത് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ ഫെയിലിയേഴ്സും, നിങ്ങൾ നേരിടുന്ന എല്ലാ പ്രശ്നവും നിങ്ങൾക്ക് ഭയങ്കര പേഴ്സണലായി തോന്നും. അതായത് ബിസിനസ്സിൽ എന്തൊക്കെ നടക്കുന്നോ അത് മുഴുവൻ നിങ്ങളുടെ ലൈഫായി മാറും. അപ്പോൾ ബിസിനസ് ഈക്വൽ ടു ലൈഫ് എന്നുള്ള രീതിയിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അല്ലാതെ വേറെ ചലഞ്ചസ് വരും. ബിസിനസ് അല്ലാതെ വേറെ നിങ്ങളുടെ ലൈഫിൽ അല്ലാതെ ചലഞ്ചസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ആ ബിസിനസ് ഈക്വൽ ടു ലൈഫ് എന്നുള്ളൊരു സംഭവം മാറ്റാനായിട്ട് നിങ്ങളുടെ ഫെയിലിയേഴ്സ് എന്തൊക്കെയാണ് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ ബൗണ്ടറീസ് എന്തൊക്കെയാണ്, നിങ്ങളുടെ പേഴ്സണൽ ബൗണ്ടറീസ് എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. ചിലവർക്ക് ഇത് തനിയെ ചെയ്യാൻ പറ്റും, ചിലവർക്ക് തനിയെ ചെയ്യാൻ പറ്റത്തില്ല. ആ ടൈമിലായിരിക്കും നിങ്ങൾക്ക് ഞാൻ ഈ പ്രൊവൈഡ് ചെയ്യുന്ന പോലത്തെ ഗ്രോത്ത് മൈൻഡ് സെറ്റ് സെഷനോ അല്ലെങ്കിൽ ഒരു കൺസൾട്ടൻറ്റിനെയോ ഒരു കൗൺസിലറിനെയോ തെറാപ്പിയോ അങ്ങനെ എന്തെങ്കിലും എടുക്കേണ്ട സിറ്റുവേഷൻ വരുന്നത്. ഇതെല്ലാം പിന്നീട് ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു മാനേജ് ഇറ്റ് മാത്രം നിങ്ങൾ എടുക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ മാനേജ് ചെയ്യാൻ പറ്റുന്ന, ഇപ്പോൾ തനിയെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് ജേർണൽ ചെയ്ത് നോക്കാം. വെൻ യു റൈറ്റ് ഡൗൺ തിങ്സ് നിങ്ങൾക്ക് തന്നെ ഒരു ക്ലാരിറ്റി കിട്ടും, എവിടേക്കാണ് എന്തൊക്കെയാണ് പ്രശ്നം എന്നുള്ളത് നിങ്ങൾ ജേർണൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു വെൻറ്റിംഗ് പോലെ നിങ്ങൾക്ക് ആരെങ്കിലും ഒന്ന് തുറന്ന് പറയണം എന്നുള്ള ഒരു പോലത്തെ ഒരു ഫീലാണ് നമുക്ക് ജേർണലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ജേർണൽ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോ ഫൗണ്ടർ ഉണ്ടെങ്കിൽ അവർക്ക് സംസാരിക്കാം. ഇതൊന്നും വർക്ക്ഔട്ട് ചെയ്യുന്നില്ലെങ്കിൽ get a professional support from a growth mindset person or a counselor, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ഹെൽപ്പ് എടുക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് നമ്മുടെ ഫെയിലിയേഴ്സ് നമുക്ക് എങ്ങനെ നാവിഗേറ്റ് ചെയ്യാമെന്നും അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പേഴ്സണലായിട്ട് ഈ ഫെയിലിയേഴ്സ് തന്നെ എടുക്കുന്നത് എങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം എന്നുള്ളതും നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പേഴ്സണലായി ഫെയിലിയേഴ്സ് എടുക്കുന്നത് കുറച്ചും കൂടെ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാനായിട്ട് നിങ്ങൾ മൈൻഡ് പ്രിപ്പയർ ചെയ്യുന്നത് നന്നായിരിക്കും. സോ ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ നിങ്ങൾ സെൽഫായി ഒരു ബിസിനസ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ എന്തൊക്കെ ചലഞ്ചസ് കാണും, നിങ്ങളുടെ ജേർണി എങ്ങനെയായിരിക്കും എന്ന് കൂടുതൽ ഇൻസൈറ്റ് തരാൻ വേണ്ടിയിട്ടാണ്. സോ ഇഫ് യു ആർ സമ്മൺ ഹു ഈസ് ഡൂയിങ് ബിസിനസ്, ഇതെല്ലാം നിങ്ങൾക്ക് റിലേറ്റബിൾ ആണെങ്കിൽ കമന്റ് ഇൻ ദിസ് വീഡിയോ ആൻഡ് ലെറ്റ് മീ നോ, ഓർ യു ക്യാൻ മെസ്സേജ് മീ. അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഫ്രണ്ട് ഉണ്ട്, നിങ്ങൾ ആ ഫ്രണ്ടിനെ ഈ സിറ്റുവേഷനിൽ കണ്ടിട്ടുണ്ട്, നിങ്ങൾക്ക് റിലേറ്റബിൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ ഷെയർ ദിസ് വീഡിയോ ടു ഹിം. ഓൾസോ ഫോളോ ദിസ് പേജ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. ഓൾസോ ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ ഗ്രോത്ത് മൈൻഡ് സെറ്റ് സെഷൻ, യു ക്യാൻ ഡയറക്ട്ലി മെസ്സേജ് മീ. ഐ വിൽ ഗൈഡ് യു ഫോർ ദ പ്രോസസ്. ഐ വിൽ ബി അപ്ലോഡിംഗ് ദ നെക്സ്റ്റ് വീഡിയോ സൂൺ.